ആരെങ്കിലും എന്തെങ്കിലും ഒരു വാർത്ത നിന്നോട് വന്ന് പറഞ്ഞു തരുമ്പോൾ അതിന്റെ സത്യം മനസ്സിലാക്കാതെ നീ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വസിച്ച കൂട്ടരെ, ഏ വിശ്വസിച്ച കൂട്ടരെ, ഏ നിസ്കരിക്കുന്നവരെ, നോമ്പ് പിടിക്കുന്നവരെ, സകാത്ത് കൊടുക്കുന്നവരെ, ഹജ്ജ് ചെയ്യുന്നവരെ, സൽപ്രവർത്തനങ്ങൾ നടത്തുന്നവരെ, ഇൻ ജാഅകും ഫാസിഖുൻ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇൻ ജാഅകും ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, അവന് താടിയുണ്ടാകും, നിസ്കാര തടമ്പുണ്ടാകും, പള്ളിയിലെ ഖതീബായിരിക്കും, വലിയ പണ്ഡിതനായിരിക്കും. ഇൻ ജാഅകും ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവൻ, ഒരു പാപി നിന്റെ അടുക്കൽ വന്ന് ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ, ഏ മുസ്ലിമേ, ഏ മുസ്ലിമേ, അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ നീ ആരോടും പറയല്ലേ. അതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ നീ ഒരാളോടും പറഞ്ഞു പരത്തല്ലേ. അവസാനം പറഞ്ഞു പരത്തി അവനെ കളിയാക്കി നിന്നെ നിസാരനാക്കിയിട്ട് അവസാനം നീ പറഞ്ഞത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യമാകുമ്പോ നിന്റെ വായിക്കകത്ത് നിന്റെ കൈയിട്ടേറ്റ് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആഘോഷിച്ചില്ലേ? പലരും ആഘോഷിച്ചില്ലേ? എന്തൊരാഘോഷമായിരുന്നു, എന്തൊരാഘോഷമായിരുന്നു. ഒരു വാർത്ത കിട്ടിയപ്പോ അതാ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഫ്ലെക്സി വരെ അടിച്ചു വെക്കാൻ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അതൊരു ആലിമാണെന്ന് നിങ്ങളാരും ഓർത്തില്ല, ഒരു ആലിമാണെന്ന് ആരും ഓർത്തില്ല. അവന് ഭാര്യ മക്കളുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, സമൂഹത്തില് നിലയും വിലയുമുള്ളവനാണെന്ന് ആരും നോക്കിയില്ലല്ലോ. എല്ലാരും ആഘോഷിച്ചില്ലേ? എല്ലാരും ആഘോഷിച്ചില്ലേ? പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ, ആഘോഷത്തിൽ നിങ്ങളെ കാടി തിമിർത്തപ്പോ, ആഘോഷത്തിൽ എല്ലാവരും കളിയാക്കിയിട്ട് പുഞ്ചിരിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്റെ സഹാബിയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വീട്, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് ഓടി വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വരികയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ഉമറേ, എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? അവിടെന്ന് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, ഒരു ചെറുപ്പക്കാരന് കഴുവയുടെ കില്ല പിടിച്ചിട്ട് കരയുന്ന നബിയേ, ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. നെഞ്ചു പൊട്ടിക്കിട്ട് കരയുന്ന കരച്ചര കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് കിസ്റയെയും കൈസറയെയും ഉറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, ഏതാണ് ആ ചെറുപ്പക്കാരൻ, ഏതാണ് ആ ചെറുപ്പക്കാരൻ? ആ ചെറുപ്പക്കാരനെ വന്ന് വിളിച്ചു കൊണ്ടുവരുമോ? നിന്നെ കരയിപ്പിച്ച ചെറുപ്പക്കാരനെ വന്ന് വിളിച്ചു കൊണ്ടുവരുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് കഅബയുടെ ചില്ലയിൽ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, പൊന്നുപോലെ എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? കരയാൻ തുടങ്ങിയിട്ട് നാളുകളായല്ലോ, എന്തു പാവമാ പൊന്നുപോലെ നീ ചെയ്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോൾ അവിടെ പറയുന്ന നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ആ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചിട്ട് 6 അടി മണ്ണിനകത്തേക്ക് മയ്യത്ത് കഫൻ പൊതി പൊതിഞ്ഞിട്ട് ഇറക്കി വെക്കുകയാ. കബറിനകത്തേക്ക് മയ്യത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും കബറിന്റെ ഭാഗത്ത് നിന്ന് മടങ്ങി പോകുമ്പോ
نعيدكم ومنها نخرجكم تارة أخرى. മൂന്ന് പിടി പെണ്ണുമാരി കബറിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് മടങ്ങി പോകുമ്പോ ആ കബറിന്റെ മുകളിൽ ഞാനൊരു കമ്പെടുത്തടയാളം വെക്കും നബിയെ, ഞാനൊരടയാളം വെക്കുകയാ. കബറ് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരടയാളം വെക്കുകയാണ്. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പാതിരാത്രിയുടെ നിശബ്ദതയിലെ ജനങ്ങൾ മുഴുവനും ഉറങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ എഴുന്നേറ്റ് പള്ളിക്കാട്ടിലേക്ക് നടക്കുകയാ. അടയാളം വെച്ച കബറിന്റെ ഓരത്ത് പോയിട്ട് ആ കബറങ്ങ് മാന്തുകയാ, ആ കബറങ്ങ് മാന്തുകയാ, മണ്ണ് വെട്ടി മാറ്റുകയാ. ആ കബറിനകത്തേക്ക് ഇറങ്ങുകയാണ്. ആ മയ്യത്തിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, ഒരു വില പോലും ഇല്ലാത്ത കഫം തുണിയുണ്ടല്ലോ, ആ കഫം തുണി മോട്ടിക്കും നബിയേ. ഞാനൊരു കള്ളനാരബിയെ, ഞാനൊരു കള്ളനാരബിയെ, കഫം തുണി മോട്ടിക്കുന്നവനാരബിയെ, മയ്യത്തിന്റെ തുണി പോലും മോട്ടിക്കുന്നവനാരബിയെ. കഫം തുണി മോട്ടിച്ചിട്ട് കബറിന്റെ മുകളിൽ പലകിടത്ത് നിരത്തി മണ്ണിട്ട് മൂടുകയാ, കബറിന്റെ മുകളിൽ മണ്ണിട്ട് മൂടുകയാ. തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. കഫം തുണി മോട്ടിച്ച പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന ജോലിയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറയുന്ന നബിയേ, എന്റെ നാട്ടിലെ ഖബർസ്ഥാനുണ്ടല്ലോ, എന്റെ നാട്ടിലെ ഖബർസ്ഥാനുണ്ടല്ലോ, അവിടെ കിടക്കുന്ന മയ്യത്തുകൾ പലരും നഗ്നരാണ് നബിയേ. അവരുടെ കഫം തുണി ഞാൻ മോടിച്ചവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തിരുന്ന് കരയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഹിലറിന്റെ വേദിയിലേക്ക് ഓടി വന്ന മക്കളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മോനെ കരയല്ലേ, മോനെ കരയല്ലേ. പടച്ചവരോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തോ, പടച്ചവരോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തോ. അല്ലാഹുവിന്റെ റസൂൽ സമാധാനിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കരച്ചിൽ തീരുന്നില്ല. പിന്നെയും ഇരുന്ന് കരയുകയാ, പിന്നെയും ഇരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇനി എന്തേ കരയുന്നത്, ഇനി എന്തേ കരയുന്നത്? അവിടെന്ന് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ പാപമല്ല നബിയേ, ഈ പാപമല്ല നബിയേ, ഇതിനെക്കാളും ഒരു വൃത്തികെട്ട പാപം ചെയ്തവരാ, ഇതിനെക്കാളും പടച്ചവൻ പൊറുക്കാത്ത അപരാധം ചെയ്തവരാ, എനിക്ക് അല്ലാഹു പൊറുത്തു വരൂലല്ലോ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, പോലെ എന്തിനാ കരയുന്നത്, എന്ത് തെറ്റാ ചെയ്തത്, എന്ത് തെറ്റാ ചെയ്തത്? അല്ലാഹു സർവ്വ പാവങ്ങളും പുറത്തു വരുന്നവനാണല്ലോ, എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവിടെന്ന് പറയുന്ന നബിയേ, എന്റെ നാട്ടിലൊരു സാലിഹത്തായ പെണ്ണ് മരിച്ചു നബിയേ. എന്റെ നാട്ടിലെ ഏറ്റവും ഗ്ലാമറുള്ള ഒരു സുന്ദരിയായ പെണ്ണ് മരിച്ചു നബിയേ. ആ പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിച്ച കഫം പൊതിഞ്ഞ് പള്ളികൾ കൊണ്ടുപോയി നിസ്കരിച്ച താരടി മണ്ണിനകത്തേക്ക് ആ മയ്യത്ത് എന്റെ കൈ കൊണ്ടാ നബിയെ ഇറക്കി വെച്ചത്. കബറിനകത്തേക്ക് മയ്യത്തിറക്കി വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും മടങ്ങി പോവുകയാ, എല്ലാവരും മടങ്ങി പോവുകയാ. കബറിന്റെ മുകളിൽ അടയാളം വെച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലെത്തുകയാ. രാത്രിയായി കബറിന്റെ ഓരത്ത് വന്നിട്ട് മണ്ണങ്ങോട്ട് മാന്തുകയാ. അതാ കബറിനകത്ത് നിന്ന് മണ്ണ് മാന്തി കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് ആ ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന വെള്ളത്തുണികൾ ഓരോന്നായി അടിച്ചു മാറ്റുകയാ. ആ സുന്ദരിയായ പെണ്ണിന്റെ ശരീരം ഇങ്ങനെ വെളിവാവുകയാ. കബറിനകത്ത് നിന്ന് കഫം തുണി പൊട്ടിച്ചിട്ട് കബറിന്റെ മുകളിൽ കയറി പലകത്ത് നിരത്തി മണ്ണിട്ട് മൂടിയിട്ട് പള്ളിക്കാട്ടിലൂടെ നടന്നു പോവുകയാ, പള്ളിക്കാട്ടിലൂടെ നടന്നു പോവുകയാ. ഈശാങ്കല്ലുകൾ നിരത്തി വച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള പള്ളിക്കാട്ടിലൂടെ കുറച്ചൊന്ന് മുന്നോട്ട് നടന്നപ്പോ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് വികാരം കടന്നു വന്നു നബിയേ. കബറിനകത്ത് ശരീരത്തിലൊരു നൂൽപൗനം പോലും കിടക്കുന്ന പെണ്ണിന്റെ ശരീരം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എനിക്ക് വികാരം തോന്നി. ഓടി കബറിന്റെ ചാരത്തിരുന്ന് രണ്ടാമതിന് കബർ മാന്തിയിട്ട് ആ കബറിനകത്ത് കിടന്ന് ആ മയ്യത്തിനെ ഞാൻ വ്യഭിചരിച്ച് നബിയേ.
അതാ മയ്യത്തിനെ വ്യഭിചരിച്ചെന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് പറയുന്നു. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് പറയുമ്പോ ഉമർ ഇബ്നു ഖത്താബ് ബോധം കെട്ട് വീഴുകയാ. പ്രവാചകന്റെ കണ്ണ് മുഴുവനും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അള്ളാന്റെ റസൂൽ അവസാനം ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ, പടച്ചവരോട് തൗബ ചെയ്തോ, പടച്ചവൻ നിനക്ക് പുറത്തു തരും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ബോധം വന്നപ്പോ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, എത്ര വലിയ പാപമാരവിയേ, എത്ര വലിയ പാപമാരവിയേ, മരിച്ച മയ്യത്തിനെ കബർ മാന്തി കബറിനകത്തിട്ട് വ്യഭിചരിച്ചവനാ അല്ല പുറത്തു കൊടുക്കുവോ, അല്ല പുറത്തു കൊടുക്കുവോ? ആ സമയത്തിന്റെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ സമയത്ത് ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, പോലെ നിന്റെ മനസ്സിലെഴുതിക്കോ, നിന്റെ മനസ്സിലെഴുതിക്കോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമറേ, ഇവനല്ല പുറത്തു കൊടുക്കും, ഇവനല്ല പുറത്തു കൊടുക്കും. പക്ഷേ പടച്ചവൻ പുറത്തു കൊടുക്കാത്ത ഒരുത്തരുണ്ട് ഉമറേ. അവൻ ആരെന്നറിയുമോ, അവൻ ആരെന്നറിയുമോ? മുസ്ലിമായ കൂടപ്പുറപ്പിന്റെ പച്ചയിറച്ചി തിന്നവനുണ്ടല്ലോ. അവൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അവൻ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല, അവൻ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാ, മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നവരെ, ആഘോഷിച്ചവരെ നാളെ പടച്ചവന്റെ സ്വർഗം നിന്നെ വിളിക്കുമടാ. നാളെ പടച്ചവന്റെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ട് കൊണ്ട് പടച്ചവൻ നിന്നെ വിളിക്കുന്നു. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഓടുമ്പോരെ, പടച്ചവന്റെ സ്വർഗത്തിലേക്ക് നീ ഓടി ചെല്ലുമ്പോ അന്ന് പടച്ചവന്റെ സ്വർഗം അടച്ചുകൊണ്ട് നിന്നെ കളിയാക്കുമടാ. ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ നീ 40 പേരുടെ മുന്നിൽ കളിയാക്കിയെങ്കിൽ നാളെ പടച്ചവൻ കോടാടി കോടി ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിന്ന് നാണം കെടുത്തും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏത് പാപം ചെയ്താലും പടച്ചവന് പുറത്തു വരും. പക്ഷേ മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്നവനുണ്ടല്ലോ, അവന് കഅബയുടെ മുന്നിൽ പോയിട്ട് കാര്യമില്ല. അവന് കഅബയുടെ മുന്നിൽ പോകുന്നതിന് മുമ്പ് ആരെ കുറിച്ചാണോ പറഞ്ഞത് അവന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കാതെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറിൽ കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് ഒരു അല്ലാഹു പുറത്തു കൊടുക്കും. കാരണം അത് അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിഷയം. പക്ഷെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് നീ അവിടെ പോയിട്ട് കാര്യമില്ല. ആദ്യം പറഞ്ഞവന്റെ കാല് പിടിച്ച് ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അവരോട് തന്നെ പൊരുത്തം ചോദിക്കുക. ഇനി അവര് മരിച്ചുപോയി, ഇല്ലെങ്കിൽ അവരോട് ചോദിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെ പറ്റത്തില്ലെങ്കിലും അവർക്ക് വേണ്ടി നീ ദുആയെങ്കിലും ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കുറിച്ച് നീ ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾ, അയാൾ മരിച്ചുപോയി, ഇനി ചോദിക്കാൻ പറ്റൂ? ഇനി ചോദിക്കാൻ പറ്റൂല. പക്ഷേ ആ മനുഷ്യന് വേണ്ടി നീ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്ത നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലർക്കും ദഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. പലർക്ക് ഞാൻ ആരെയൊന്നും പറഞ്ഞില്ല, ആരെയും ഞാനൊന്നും പറയൂല, എനിക്ക് ആരെയൊന്നും പറയാനും മനസ്സില്ല, പറഞ്ഞാൽ പിന്നെ കൂടിപ്പാട് ഒന്നുമില്ല, എനിക്ക് പരാതിയില്ല, പരിമിതി ഒന്നുമില്ല. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. ഒറ്റ ഹദീസ് ഞാൻ പറഞ്ഞു തരാം. പള്ളിയിലെ ഖതീബ് ഒരു തെറ്റ് ചെയ്തു. ഖതീബിനാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. പള്ളിയിലെ ഉസ്താദ് ഒരു തെറ്റ് ചെയ്തു. നിങ്ങളെല്ലാവരും അറിഞ്ഞു. ഉസ്താദിന്റെ മനസ്സിലായി ഉസ്താദ് ചെയ്തത് തെറ്റാണ്. അവസാനം ഉസ്താദ് തൗബ ചെയ്ത് അല്ലാഹുവിൽ മടങ്ങി. അടച്ചവനെ, ഞാൻ ചെയ്തത് തെറ്റാ, പുറത്ത് ദുആ ചെയ്ത് മടങ്ങി. മാസങ്ങൾ കഴിഞ്ഞിട്ട് ഉസ്താദിനെ വീണ്ടും കാണുമ്പോൾ പണ്ട് ഇയാള് കളിയാക്ക. ഉസ്താദ് തെറ്റ് ചെയ്തു, ആ തെറ്റിന്റെ പേരിൽ തൗബ ചെയ്തു മടങ്ങിയതിനു ശേഷവും പിന്നെയും കാണുമ്പോ പണ്ട് വേലിയാടിയ ആളാന്ന് പറയുന്ന പോലെ കളിയാക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അങ്ങനെ കളിയാക്കുന്നവനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മോനെ, നീ അങ്ങനെ കളിയാക്കിയ നീ മരിക്കുന്നതിന് മുമ്പ് ആ പാപം ചെയ്തിട്ടേ മരിക്കൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി.
ചെയ്ത തെറ്റ് അവൻ തൗബ ചെയ്ത് മടങ്ങിയതിന് ശേഷം പിന്നെ അവനെ കളിയാക്കുമ്പോ നീ ഓർത്തോണം, അവൻ മൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ നീയും മൂട്ടി, അവൻ പെണ്ണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നീയും പെണ്ണ് പിടിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഉസ്താദിന് വേറെ ഒന്നുമില്ല, പാവ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഉസ്താദന്മാർ വേറെ ആരെങ്കിലും പറഞ്ഞ വിവാദങ്ങൾ, ഉസ്താദ കുഴപ്പമില്ല, നമ്മളൊരു ജിൻസാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അള്ളാഹു സുദീർഘമായ കാലം ഈ സമുദായത്തിന് വേണ്ടി ദഅവത്ത് ചെയ്യാനുള്ള ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട 4 പേരുടെ മുന്നിൽ കളിയാക്കുമ്പോൾ, 4 പേരുടെ മുന്നിൽ നിങ്ങൾ ഒരുത്തനെ കളിയാക്കിയ നീ മനസ്സിലായിക്കോണം, നീ മരിക്കുന്നതിന് മുമ്പ് 40 പേരുടെ മുന്നിൽ നാറുന്നു. 4 പേരുടെ മുന്നിൽ നീ ഒരുത്തനെ കളിയാക്കിയ നീ മനസ്സിലായിക്കോണം, നീ മരിക്കുന്നതിന് മുമ്പ് 4 അല്ല 40 പേരുടെ മുന്നിൽ നാറും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുത്തന്റെ കണ്ണ് നിറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ കണ്ണ് നിറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നന്നാവാനുള്ള ഒരു അവസരമായി കണ്ടോ. അള്ളാഹിനോട് ദുആ ചെയ്യ്, അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യും. ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. വരുമ്പോഴും ഒരു ചെറുപ്പക്കാരനെ കണ്ടു പൊട്ടിക്കരഞ്ഞു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വഴുതിന് വരുമ്പോഴും എപ്പോഴും കാണുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ വല്ലാത്ത കരച്ചിൽ, പൊട്ടിക്കരയുക. സാധേ, എന്റെ കുഞ്ഞിന്റെ തലയിൽ ഒരു മുഴ വന്നിട്ട്, 2.5 വയസ്സേ ഉള്ളൂ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ട്യൂമർ ആണെന്ന് സംശയമുണ്ട്. ദുആ ചെയ്യാൻ അള്ളാഹു ആ പൊന്നുമോന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ റഹ്മാൻ റഹീമായ അള്ളാഹുവേ, മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവേ, ആ പൊന്നുമോന് നീ ശിഫ കൊടുക്കണേ അള്ളാഹുവേ, ശിഫ കൊടുക്കണേ അള്ളാഹുവേ. നിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സാദാത്യങ്ങൾ, ലോകത്ത് നീ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോന് നീ ശിഫ നൽകണേ അല്ലാ. ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. സന്തോഷത്തോടെ തന്റെ വാപ്പയോടും ഉമ്മയോടൊപ്പം കടിച്ച് ചിരിച്ച് ഇനിയുള്ള കാലം ജീവിക്കാനുള്ള ഭാഗ്യം ആ പൊന്നുമോന് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ ഒരുപാട് പേരുണ്ട്. നമ്മൾ അല്ലാഹുവോട് എത്ര ദുആ ചെയ്താലും പടച്ചവൻ നമുക്ക് തരൂല. ചിലര് പറയുന്ന ഒരു വാക്കുണ്ട്, ഉസ്താദേ, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നു, അള്ളാഹു എനിക്ക് തരുന്നില്ല. നോമ്പ് പിടിച്ചിട്ട് ദുആ ചെയ്യുന്നു, സദക്ക കൊടുത്തിട്ട് ദുആ ചെയ്യുന്നു, എന്നിട്ടും പടച്ചവൻ എനിക്ക് തരുന്നില്ല. കാരണം എന്തെന്നറിയാം? എല്ലാരും ഇങ്ങോട്ട് നോക്കി. നീ ദുആ ചെയ്തിട്ട് പടച്ചവൻ നിനക്ക് തരാത്ത എന്തെന്നറിയാം? ആരുടെയെങ്കിലും ദുആയിൽ 10 കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും ദുആയിൽ പറ മനുഷ്യന്മാരെ എന്ത് പിണങ്ങിയിരിക്കണം? നിങ്ങളുടെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം എന്തേ? ആരുടെയെങ്കിലും ദുആയിൽ 10 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ഒരു 10 കാര്യം പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് അനുസരിക്കൂ. ഇതെന്തിനാ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് പിണങ്ങിയിരിക്കുന്ന പോലെ? ഞാൻ എനിക്ക് വാല് നിർത്താം. ഞാനൊരു 10 കാര്യം പറഞ്ഞു തരാം. ഈ 10 കാര്യം ഉൾപ്പെടുത്തിയിട്ട് ദുആ ചെയ്താൽ നിന്റെ ദുആ സ്വീകരിക്കും. അള്ളാഹു പഠിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്യൂ ചെയ്യാന്നുള്ളവരൊന്ന് കൈവിടും. ഒരു 10 കാര്യം ഞാൻ പറഞ്ഞു തരാം. പിശുക്കന്മാരും ഉണ്ടല്ലോ അള്ളാഹ് ഇതിനകത്ത്. ഇതും ചെയ്യാൻ വയ്യാത്തവരുണ്ട്. എന്റെ പൊന്നനിയ പൈസ കൊടുക്കണമെന്നല്ല, ഒരു 10 കാര്യം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1, നിങ്ങൾ ദുആ ചെയ്താ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ, ദുആയിന്റെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്യാൻ അറബി അറിയാത്തവനാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ദുആ ചെയ്യുമ്പോൾ എങ്ങനെ തുടങ്ങണം? അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ. ഹംദും സ്വലാത്തും നിർബന്ധമായി പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുആയിലെ ഒന്നാമത് ദുആ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ? പറ മനുഷ്യന്മാരെ, എങ്ങനെ ഹംദും സ്വലാത്തും പറയുന്നത്? ഒന്ന് പറയുന്നേ. ഇതെന്ത് ചങ്ങായിമാര്, ഹിദർ നബി അലൈഹി സ്വലാമിന്റെ കൗമല്ല, അങ്ങനെ ആവരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ. എന്നിട്ട് നിങ്ങൾ അറിയുന്ന ഭാഷയെ ദുആ ചെയ്താൽ മതി. അല്ലാഹുക്ക് എല്ലാ ഭാഷയും അറിയാം. 2, ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ, അള്ളാഹുവിന്റെ 99 പേരിൽ ഒരു 5 പേരെങ്കിലും നീ ദുആയിൽ പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് 99 പേരുണ്ട്.
ആ 99 പേരിൽ ഒരു 5 എണ്ണമെങ്കിലും പറയണം. അല്ലാഹുവേ, നീ കരുണയുള്ളവന, നീ ദയാലുവ, നീ പടച്ചവനെ മാലിക്, ഞങ്ങളുടെയൊക്കെ സിട്ടാവ, ഞങ്ങളുടെ കണ്ണ് നിറയുന്ന നിനക്ക് ഇഷ്ടമല്ലല്ലോ അല്ല. ഇതുപോലെ പടച്ചവന്റെ പേരിൽ ഒരു 5 പേരെങ്കിലും നീ ദുആ ചെയ്യുന്ന സമയത്ത് പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഒരെണ്ണം വെച്ച് പഠിച്ചാൽ മതി. ഒരു ദിവസം ഒരു പേര് വെച്ച് പഠിച്ചാൽ മതി. 99 ദിവസം കൊണ്ട് നിനക്ക് അള്ളാന്റെ പേര് മുഴുവനും പഠിക്കാൻ പറ്റും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ എന്ത്? ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ അള്ളാന്റെ പേരിൽ 5 പേര്. 3 മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആവശ്യക്കാരൻ നീയാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്യുമ്പോ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ കൊണ്ട് അള്ളാഹിക്ക് ഉപയോഗമൊന്നുമില്ല, അള്ളാഹെ കൊണ്ട് നിനക്കാണ് ഉപയോഗം. പള്ളിയിലെ ഖതീബ് ഉസ്താദ് ഇരുന്ന് അങ്ങോട്ട് ദുആ ചെയ്യുമ്പോ, ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ ചിലർക്ക് കൈയൊന്നും ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, ചിലർക്ക് കൈയൊന്നും ഉയർത്തി പിടിക്കാൻ തന്നെ സമയമില്ല. ചിലരാണെങ്കിൽ പിന്നെ വെട്ടിയിട്ടിരിക്കുക ഇങ്ങനെ തറയിൽ കിടക്കും. മറ്റു ചിലരാണെങ്കിൽ തിന്നാനിരിക്കണ പോലെ ഇട്ട് 2 കാല് ഇങ്ങനെ വെച്ചിട്ട് ഇരിപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ചമ്മണം കൂട്ടി ഇരിക്കാന്ന് പറയും. ഇവിടെ എന്താ പറയുക? അങ്ങനെയൊക്കെ തന്നെ. ബിരിയാണി സദ്യ ഒന്നായിരിക്കണ പോലെ ഇരിക്കുക പള്ളിക്കകത്ത്. എന്റെ ചങ്ങാതി ദുആ ചെയ്യുമ്പോ നീയാണ് ആവശ്യക്കാരൻ, അള്ളയല്ല. ആ ബോധം നിനക്കുണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ദുആ ചെയ്യുന്ന സമയത്ത്, ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാനെ കുറ്റപ്പെടുത്തരുത്. അള്ളാനെ കുറ്റപ്പെടുത്തുന്നത് എങ്ങനെ? അള്ളാഹുവേ, ഞാനും അവനും ഒരു കടയിൽ തന്നെയാ ജോലി ചെയ്യുന്നത്. പടച്ചവൻ, അവന് നീ അത് കൊടുത്ത് ഇത് കൊടുത്ത് എനിക്ക് മാത്രം ഒന്നും തന്നില്ലല്ലോ. ഞാനും ഇവനും ഒരുമിച്ച ഗൾഫിൽ പോയെ, ഒരേ കമ്പനിയിലാ ജോലി ചെയ്യണേ, ഒരേ ജോലി തന്നെ ചെയ്യണേ. പടച്ചവൻ, നീ എല്ലാം അവന് വാരി വാരി കൊടുത്ത് എനിക്കൊന്നും തന്നില്ല. എന്റെ കൂടപ്പിറപ്പുകളൊക്കെ നല്ല നിലയിലായി, ഞാൻ മാത്രം ഇങ്ങനെ താഴെ കിടക്കാം. 2 പേരും അള്ളാന്റെ അടിമയാണ്. അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4ാമത്തെ കണ്ടീഷൻ, അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ല. 5 അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾക്കും എതിരായി നീ ദുആ ചെയ്യാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്കും എതിരായി ദുആ ചെയ്താ നീ ചോദിക്കണ കാര്യം അല്ലാഹു നിനക്ക് തരൂല. പഠിച്ചവനെ, അവൻ കൊത്തുവാള എടുക്കണേ അല്ല, കടം കേറി മൂടി അവന്റെ ശരീരം ടിപ്പർ ലോറിയുടെ അടിയിൽ നിന്ന് തുടച്ചെടുക്കണേ അല്ല. ദുആ ചെയ്യാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ദുആ ചെയ്യാ, പഠിച്ചവൻ അവൻ വലിയ വീടായി ഒന്ന് ഇടിഞ്ഞു കണ്ടിരുന്നെങ്കിൽ, കടം കയറി മുടിഞ്ഞിരുന്നെങ്കിൽ, എന്റെ എല്ലാം സർവ്വം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ദുആ ചെയ്യാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ അയൽവാസിക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട്, ബർക്കത്ത് കണ്ടിട്ട് നിങ്ങൾ കണ്ണ് തള്ളിയിട്ട് യാതൊരു കാര്യമില്ല. അയൽവാസിക്ക് നല്ലൊരു വീടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നല്ല വീടുണ്ട്, 2 നില വീടുണ്ട്, ഗൾഫിൽ ജോലിയാണ്, നല്ല കച്ചവടമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അയൽവാസി റോഡിൽ കുഴിയെടുത്ത് ജീവിക്കുന്നവനാ, അല്ലെങ്കിൽ മീകച്ചവടക്കാരനാ, അവന്റെ കുടിലിനകത്ത് പോലുള്ള സന്തോഷം സമാധാനവും നിങ്ങളുടെ വീട്ടിൽ. അള്ളാഹു ബർക്കത്തെടുത്ത് കളയും. അള്ളാഹു ബർക്കത്തെടുത്ത് കളയുന്നത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാന്റെ പ്രവാചകൻ പറയുന്നത്, ദുആ ചെയ്യുമ്പോൾ സ്വീകരിക്കണമെങ്കിൽ 5ാമത്തെ കണ്ടീഷൻ എന്ത്? മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. മറ്റൊരാൾ നശിക്കാൻ വേണ്ടി ദുആ ചെയ്താ നീ ചോദിച്ച കാര്യം അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് നൽകിയ കാര്യങ്ങളിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നൽകിയതിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്തുണ്ടാവാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ, വീട്ടിൽ, കച്ചവടത്തിൽ, മക്കളിൽ, ഭാര്യയിൽ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ മുഴുവൻ നല്ല കാര്യങ്ങളിലും ബർക്കത്ത് ഉണ്ടാവാനുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂ. ചെയ്യണ്ട, വീട്ടിൽ ഉണ്ടോ നോക്കിയാൽ മതി. ഞാനൊരു 4 കാര്യം പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബർക്കത്ത് ഇറങ്ങുന്നു. ഞാൻ പറയുന്ന കാര്യം വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് മാത്രം ഹിളർ നിവാസികളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. 1, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക എന്ന ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബർക്കത്ത് ഇറങ്ങുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും വീട്ടില് എന്തുണ്ടെങ്കിൽ
ഈ സദസ്സിരിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. രക്ഷപ്പെട്ട് ആകെ 5 പേരേ ഉള്ളൂ. അവർ 5 പേരും രക്ഷപ്പെട്ടു. ആക്കിയൊക്കെ ഉസ്താദെ, ആടിനെ വളർത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ഇത്തിരി പാടുള്ളതാ. പ്രവാചകന്മാര് മുഴുവനും ആട് മേച്ചവരാ. ആട് മേക്കാത്ത ഒറ്റ പ്രവാചകന്മാര് പോലും ഇല്ല. ആടിനെ മേച്ച ക്ഷമയുണ്ടാകുന്ന അറബിയുടെ ഗൾഫിൽ പോയി അറബിയുടെ ആടിനെ ഓട്ടത്തിനെയൊക്കെ നയിച്ചവർക്ക് അറിയാം. ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് ഇവിടെ നിർത്തിയിട്ട് നോക്കുമ്പോൾ അടുത്ത് അവിടെ നിൽക്കും. അതിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുമ്പോൾ ഇതങ്ങോട്ട് അടിക്കാൻ പറ്റും, ഉപദ്രവിക്കാൻ പറ്റും. എന്തെങ്കിലും ചെയ്ത അറബി നെഞ്ചത്ത് കയറിയിരിക്കും. വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെ വീട്ടിലാണോ ആടുള്ളത് അവന്റെ വീട്ടിൽ അള്ളാഹു കൊടുത്ത മുഴുവൻ കാര്യങ്ങളിലും ബർക്കത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2 അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബർക. ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരുടെ വീട്ടിലാണോ? എന്തടാ ഈ ചങ്ങാതി വന്നിട്ട് ആടിന്റെയും കോഴിയുടെയും കാര്യം പറയുന്നത് എന്ന് ചിന്തിക്കും. ഉസ്താദിന്റെ ആടിന്റെ നിങ്ങളോട് 2ാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണം പറഞ്ഞിട്ട് നിങ്ങൾക്കും ഒരു നേട്ടവുമില്ല, എനിക്കും ഒരു നേട്ടവും. വല്ല പ്രയോജനമുള്ള കാര്യം പറയണം. ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് തിന്നാൻ മാത്രം നോക്കിയാ പോരാ. ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ മേടിച്ച് അടിക്കാൻ മാത്രം നോക്കിയാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കോഴിയെ വളർത്തിയ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ചോദിച്ചിട്ട് നാണം കെടാൻ വയ്യ. വീട്ടിൽ കോഴിയെ വളർത്തണം. കോഴിയെ വളർത്തിയ കണ്ണീർ പരിക്കൂല. ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഐഷ ഈ പ്രാവശ്യം തെങ്ങിങ്ങനെ വീടിന്റെ ഫ്രണ്ടി നിൽക്കുക, ചുമന്ന തെങ്ങ് ഇങ്ങനെ കൊലച്ച് നിൽക്കണ കാണുമ്പോ പറയും, ഈ പ്രാവശ്യം ഒരുപാടുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. അടുത്ത വർഷം അതിലേ കൂടെ നടന്നു പോകുമ്പോ ആ തെങ്ങ് നിന്നതിന്റെ അടയാളം പോലും കാണൂല, കരിഞ്ഞു. ചിലര് പറഞ്ഞു കഴിഞ്ഞാൽ അറം പറ്റി. ചില ആൾക്കാർ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ചിലരിങ്ങനെ പറയും, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലേ, സുഖമില്ലേ എന്ന് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുഞ്ഞിനെ വയറിളക്കം പിടിക്കുന്നവരാണ്. ഒന്ന് പറഞ്ഞാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം കിട്ടുമെങ്കിൽ കോഴിയുടെ കണ്ണിലൊന്ന് നോക്കണം. നാളെ രാവിലെ സുബഹിക്കൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് കൂട്ടിന്ന് കോഴിയെ പിടിച്ച് നിർത്തിയിട്ട് കണ്ണിലൊന്ന് നോക്കണം. നമ്മൾ കോഴിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ കോഴി നമ്മളെ നോക്കി പേടിപ്പിക്കും. വീട്ടിൽ കോഴിയെ വളർത്തി കഴിഞ്ഞാൽ കണ്ണീർ വലിക്കൂല എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2 കാര്യം ആണുങ്ങൾക്കുള്ളതായിരുന്നു, ഇനി 2 പെണ്ണുങ്ങൾക്കുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് അവരുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആട്ടുകല്ലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മച്ച ഗൾഫിൽ പോയി അറബിയുടെ കൂടെ നടന്നെത്തിരി കിട്ടിക്കഴിഞ്ഞപ്പോ അതൊക്കെ മാറി. ഇന്ന് ഏത് വീട്ടിലാ ആട്ടുകല്ലുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. വന്ന വഴി ഒരിക്കലും മറക്കരുതെന്ന ഈ ഹദീസ് പഠിപ്പിക്കണം. നമ്മൾ വളർന്നു വന്നത് ഒരിക്കലും മറന്നു പോകല്ല. പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നിത്തിരി പണം കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് മിക്സിയായി, ഗ്രൈൻഡറായി. ഇപ്പൊ ആട്ടുകല്ല് വീട്ടിലൊന്നും കാണാൻ പോലും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് വേണോ? പറമ്പിൽ എവിടെയോ കിടക്കുന്നുണ്ട്, എടുത്ത് തലയിൽ വെച്ച് വീടിനകത്ത് കയറ്റിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെയെങ്കിലും വീട്ടിൽ കറിച്ചട്ടിയുണ്ടെങ്കിൽ, മണ്ണുകൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, അവന്റെ സമ്പത്തിലും അവന്റെ കുടുംബത്തിലും അവന്റെ മക്കളിലും അവന്റെ ഭാര്യയിലും അവന്റെ വീട്ടിലും അള്ളാഹു ബർക്കത്തിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കറിച്ചട്ടി, മണ്ണുകൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി, അതിന്ന് കച്ചവടക്കാര് പോലും വിൽക്കുന്ന കാണാനില്ല. കാരണം ഗ്യാസ് വന്നപ്പോ പിന്നെ ചട്ടിയും കരവൊക്കെ പോയല്ലോ. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. ഇത് പറയുമ്പോ താത്താമാര് പറയും, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാം ഉസ്താദെ, ഇതിന്റെയൊക്കെ പാട് നമുക്കല്ലേ അറിയൂ. പെങ്ങളെ, വളർന്നു വന്ന കാലം ഒരിക്കലും മറന്നു പോകരുത്. ഈ 4 കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവനുണ്ടല്ലോ അവൻ നാളെ സ്വർഗ്ഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഖുർആൻ ഓതാതെ ഉറങ്ങാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ,
ഖുർആൻ ഒരു യാസീനെങ്കിലും ഓതാതെ ഞാൻ ഉറങ്ങില്ലെന്ന് നിയത്ത് ചെയ്ത ഏതെങ്കിലും ഒരു പെങ്ങൾ ഈ വീരന്റെ ബാലിന്റെ സദസ്സിലുണ്ടെങ്കിൽ എന്റെ പൊന്നുമോളെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലമുണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലമുണ്ട്. മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി മരണത്തോട് മല്ലരിച്ച് കിടക്കുകയാ, സക്കറാത്തിന്റെ അവസ്ഥകൾ കിടക്കുകയാ. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ തന്റെ കൂടെ